ഹെയ്തി ദ്വീപിൽ 33 മലയാളികൾ വളരെ ആശങ്കാജനകമായ രീതിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കുകയില്ല. കാരണം വിദേശികളാണ് കോവിഡ് തങ്ങളുടെ രാജ്യത്ത് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഹെയ്തിയിലെ ആളുകൾ വിദേശികളെല്ലാം ക്രൂരമായി ആക്രമിക്കുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ മരണഭയം മൂലം അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഇനി അവരെ രക്ഷപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ എയർലിഫ്റ്റിംഗ് വഴി മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഈ ഒരു ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് അവർ ഇന്ത്യൻ എംബസിയെ സമീപിച്ചിരുന്നു. ഇപ്പോഴിതാ അവർക്ക് ആശ്വാസം പകരുന്ന ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. നോർക്കയുടെ അടിയന്തര ഇടപെടൽ ഇവിടെ ഉണ്ടായിരിക്കുന്നു. നിലവിൽ ഇവർ താമസിക്കുന്ന സ്ഥലത്ത് സുരക്ഷിതമല്ലാത്തതിനാൽ എയർലിഫ്റ്റിംഗ് വഴി സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിനുള്ള ആലോചനകൾ നടന്നു വരികയാണ് എന്നുള്ള വാർത്തകൾ ഏറെ ശുഭകരമായി പുറത്തു വരികയാണ്. 33 മലയാളികളാണ്. ആകെ 80 ഇന്ത്യക്കാരാണുള്ളത്. അതിൽ 33 പേരും മലയാളികളാണ്. അവരെ ഇപ്പോൾ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നു വരികയാണെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. രക്ഷാപ്രവർത്തനത്തിന് നടപടി സ്വീകരിച്ചതായുള്ള വാർത്തകൾ ആഭ്യന്തര മന്ത്രാലയം തന്നെ വ്യക്തമാക്കുന്നു. കൊറോണ വൈറസിനെയും ഒപ്പം പ്രദേശവാസികളെയും പേടിച്ച് പുറത്തിറങ്ങാത്ത ഒരു സാഹചര്യത്തിൽ ഹെയ്തിയിൽ, കരീബിയൻ രാജ്യമായ ഹെയ്തിയിൽ ഇത്തരത്തിൽ 80 കുടുംബങ്ങൾ, 80 ഇന്ത്യക്കാർ, 33 മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നു. വിദ്യാഭ്യാസമോ കാര്യമായ വരുമാന മാർഗങ്ങളോ ഇല്ലാത്ത ഈ ദ്വീപ് നിവാസികൾ വലിയ രീതിയിലുള്ള ആക്രമണ സ്വഭാവമാണ് കാണിക്കുന്നത്. കൊറോണ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച സ്വന്തം നാട്ടുകാരനായ 11 വയസ്സുകാരനെ ഇവരിൽ ഒരു സംഘം വലിയ രീതിയിൽ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതൊക്കെ പോലീസിൻ്റെ ഇടപെടൽ കൊണ്ട് മാറിപ്പോയി എന്ന് ആലപ്പുഴ സ്വദേശിയായ ജിതിൻ സിംഗ് തന്നെ ഇപ്പോൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഹെയ്തിയിൽ ഇതുവരെ 15 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. വളരെ വേഗം ഇത് സാമൂഹിക വ്യാപനത്തിലേക്ക് കടക്കും എന്നുള്ള ഭയം തന്നെയാണ് ഇവിടുത്തെ ആളുകൾക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്രമണ സ്വഭാവങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ശുചിത്വമില്ലായ്മയാണ് ഇവിടുത്തെ പ്രധാന ഘടകം. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ചെറിയ ദ്വീപായതിനാൽ തന്നെ വലിയ പ്രതിസന്ധിയും ഇവിടെ ഉയർത്തുന്നുണ്ട്. ഇവിടെ ഒരാഴ്ച ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചുവെങ്കിലും ആളുകൾ സാധാരണഗതിയിൽ പുറത്തിറങ്ങി നടക്കുകയാണ്. അത് വലിയ അപകടം സൃഷ്ടിക്കുമെന്നുള്ള ആശങ്ക ഈ പറയുന്ന ഇന്ത്യക്കാർക്കും മലയാളികൾക്കുമുണ്ട്. നമുക്കറിയാം നാം ഇവിടെ എത്രത്തോളമാണ് പുറത്തിറങ്ങി നടക്കുന്നത്. പക്ഷേ മറ്റൊരു രാജ്യത്ത് നമ്മുടെ മലയാളികൾ ഒന്ന് പുറത്തിറങ്ങാൻ പോലും ആകാത്ത രീതിയിൽ മരണഭയത്തോടെ കഴിയുകയാണ് എന്നുള്ള സാഹചര്യം നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നുണ്ട്. സ്വന്തമായി ഭക്ഷണ ഉൽപ്പാദനമില്ലാത്ത ഹെയ്തിയിലേക്ക് വിമാന സർവീസുകളും പൂർണ്ണമായി നിർത്തിവച്ചിരിക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ രാജ്യം കാര്യമായ ഭക്ഷണത്തിൻ്റെ ഭീഷണിയിലാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരാഴ്ച കൂടി കഴിയുന്നതിനുള്ള ഭക്ഷണ സാധനങ്ങൾ മാത്രമാണ് ഇവിടെ ബാക്കിയായുള്ളത്. സാധനങ്ങൾ വാങ്ങാൻ പുറത്തിറങ്ങിയാൽ ആക്രമണത്തിന് ഇരയാകും എന്നുള്ള ഭയം ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. കൊള്ളയും തട്ടിക്കൊണ്ടുപോകലും മാത്രം പരിചയമുള്ള പ്രദേശവാസികൾ ആക്രമിക്കുമെന്നുള്ള ഭീതിയിൽ ഈ വിദേശത്ത് നിന്നെത്തിയവർ, അതായത് ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് എത്തിയ മലയാളികളടക്കമുള്ളവർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ടെലികോം മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് ഇവിടെയുള്ള വിദേശികളിൽ ഏറെയുള്ളവരും. ചികിത്സാ സൗകര്യങ്ങളില്ല എന്നതാണ് ഇവിടുത്തെ വലിയൊരു പ്രതിസന്ധി. കേരളത്തിലെ ഏറ്റവും മോശം സാഹചര്യമുള്ള ആശുപത്രികളിൽ ഉള്ള പോലും അത്ര സൗകര്യം ഇവിടുത്തെ ഏറ്റവും നല്ലത് എന്ന് പറയുന്ന ആശുപത്രികളില്ല എന്നുള്ളതാണ്. രോഗം ബാധിച്ചാൽ പിന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുകയല്ലാതെ വേറൊരു വഴിയുമില്ല എന്നതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് അടിയന്തരമായ ഇടപെടൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏറെ സന്തോഷകരമായ വാർത്തയായി പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.